ഗൈസ്, ഉദയ്പൂരിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തി സ്റ്റേ ചെയ്ത് നമ്മൾ താമസിച്ച ഹോട്ടലാണിത്. ഞങ്ങൾ ഇന്ന ദിവസം നല്ലോണം ഉറങ്ങി. പകല് ഏകദേശം ഉച്ച കഴിഞ്ഞാണ്, 3 മണിയായി. ഞങ്ങൾ ഉദയ്പൂർ ഒന്ന് കാണാൻ ഇറങ്ങാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. എന്നാലും ആദ്യം ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം കാണാൻ സ്ഥലം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ, ട്രിപ്ലി ഹോട്ടൽ. ഇനി ഏതായാലും നേരെ പോട്ടെ. ഹോട്ടലിലെ ടെറസിൽ നിന്ന് നോക്കിയാൽ ഏകദേശം ഉദയ്പൂർ സിറ്റിൻ്റെ ഒരു ഹാഫ് പോർഷൻ കാണാം. ഏതായാലും പോവാണ് ഞങ്ങൾ. പോവല്ലോ അഫ്ഷാന. ഗൈസ്, സിറ്റി പാലസ് കാണാൻ ഇറങ്ങിയാണ്. നേരെ ബാക്കിൽ അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ പാർക്കിംഗ് ഉണ്ട്. അതിൽ വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കും. അവിടെ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. നേരെ റെസ്റ്റോറൻറ്റിൽ പോയി കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു നോക്കി വന്നേ, ഒരു ഹോട്ടൽ കിട്ടി, വിരാസത്ത്. നേരെ കയറി വെക്കാം, പോയി വെക്കാം. ഒരു പഴയ സെറ്റപ്പ്, പഴയ അടിപൊളി. ഇത് അത്യാവശ്യം സെറ്റപ്പാണല്ലോ. ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ മരങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് മരവും, ഫുൾ ബിൽഡിംഗ് ഇല്ലാതെ ഓപ്പൺ സ്പേസിൽ ഫുള്ള് മരങ്ങളും ചെടികളും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തൊരു ഹോട്ടൽ. ഫുഡൊക്കെ കഴിച്ച് നേരെ സിറ്റി പാലസിൽ പോകണം. ഫുഡ് പോരാ, അവിടെ ടിക്കറ്റ് ചാർജ്. സിറ്റി പാലസിൻ്റെ മെയിൻ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് 400 റുപ്യാണ്, കുട്ടികൾക്ക് 150. പക്ഷെ നമുക്ക് അതിൻ്റെ കോംപ്ലക്സിൽ കയറാൻ 50 റുപ്യുള്ള ടിക്കറ്റ്. ഏതായാലും ടിക്കറ്റൊക്കെ എടുത്ത് കയറട്ടെ. ഇതാ ഇവിടുത്തെ ടിക്കറ്റാണ്, 3 ആളുടെ ടിക്കറ്റ് 150 രൂപ. കയറല്ലേ? ആ വൈക്കാണ് വന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇവർ ചെക്ക് ചെയ്യും. പിന്നെ നേരതാ നടക്കുക. പാലസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് ഒന്നും എടുത്തില്ല. നമ്മൾ ജസ്റ്റ് കോംപ്ലക്സ് ഒന്ന് കണ്ടിറങ്ങാന്നുള്ള ലക്ഷ്യമാണ്. ഏകദേശം ഇപ്പോൾ തന്നെ 4:30 മണി. ഞങ്ങൾക്ക് പിച്ചോളയിലേക്കൊക്കെ ഒന്ന് പോയി കാണണം. അപ്പം പാലസിൻ്റെ ഔട്ട് സൈഡൊക്കെ ഒന്ന് കാണട്ടെ. ഇവിടെ കണ്ട നല്ല വൃത്തിയില്ലേ? 16-ാം നൂറ്റാണ്ടിലാണ് മേവർ രാജവംശത്തിലെ ഉദയ് സിംഗ് രണ്ടാമൻ ഉദയ്പൂർ നഗരവും സിറ്റി പാലസും നിർമ്മിക്കുന്നത്. പിന്നീട് വന്ന ഓരോ രാജവംശവും സിറ്റി പാലസിൽ അവരുടേതായ പുതിയ പുതിയ പണികൾ നടത്തിയിട്ടുണ്ട്. സിറ്റി പാലസിൻ്റെ തൊട്ട് പുറകിലുള്ള പിച്ചോള ലേക്കിൻ്റെ നടുവിലാണ് ജഗ്മന്ദിർ ഐലൻഡ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിൽ മേവർ രാജവംശത്തിലെ മഹാറാണ അമർ സിംഗ് പണി ആരംഭിക്കുകയും മഹാറാണ ജഗത് സിംഗ് രണ്ടാമൻ പണി പൂർത്തീകരിക്കുകയും ചെയ്ത മനോഹരമായൊരു നിർമ്മിതിയാണ് ജഗ്മന്ദിർ ഐലൻഡ് പാലസ്. ഇന്ന് ഉദയ്പൂരിൽ നമ്മൾ അധികം സ്ഥലങ്ങളൊന്നും പോയില്ല. ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. യാത്ര 5-6 ദിവസം ഫുള്ള് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. ഷാനും സംസൂനും എനിക്കും എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്. നാളെ ഞങ്ങൾക്ക് രാവിലെ തന്നെ അജ്മീറിലേക്ക് പോകാനുണ്ട്. അജ്മീർ കഴിഞ്ഞ് ജയ്പൂരിലേക്ക്. അപ്പം ഞാൻ ജസ്റ്റ് മേലെ പാലസിൻ്റെ കോംപ്ലക്സിൻ്റെ മേലെ പോയി വീഡിയോ എടുത്ത് പോകുന്നതാണ്. അതെല്ലാം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയില്ല. കയറുകയാണെങ്കിൽ കുറേ സമയവും പോവും. ഞാൻ ഏതായാലും 5 മണി ആവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അഫ്ഷാനും സംസും താഴെ കാത്തിക്കാണ്. നേരെ പോട്ടെ, റൂമിൽ പോയിട്ട് നല്ലോണം ഉറങ്ങണം. എല്ലാവർക്കും നല്ലോണം ഉറങ്ങിയിട്ട് വേണം ബാക്കിയുള്ള യാത്രകളൊക്കെ ആരംഭിക്കാൻ. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കൂടെ വരിക. ഏകദേശം ഇന്ത്യ പകുതിയോളം കാണണം. ഷെവ്മിൽ അടുത്ത് തന്നെ വരും. ഇനി ഞങ്ങളെ യാത്രയിൽ ഷെവ്മിലും കൂടെ ഉണ്ടാവും, കാശ്മീർ മുതൽ. ഗുഡ് മോർണിംഗ്. യാത്രയുടെ 8-ാമത്തെ ദിവസമാണ്. നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2-ാമത്തെ വ്യാഴാഴ്ചയായി. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത്, അതായത് ഇന്നലെ മിനിയാന്ന് ഉദയ്പൂർ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്, ട്രിപ്ലി ഉദയ്പൂർ. അടിപൊളി ഹോട്ടലാണ്. നമ്മൾ സജസ്റ്റ് ചെയ്യുക, ഓൺലൈനിൽ ബുക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് എടുക്കരുത്. ഓൺലൈനിൽ ഗോഡയിലോ അങ്ങനെ ഏതെങ്കിലും ആപ്പിൽ വന്ന് ബുക്ക് ചെയ്യാം. ഞങ്ങൾ ഏതായാലും നേരെ പോകണേ അജ്മീറിലേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വണ്ടി എടുക്കുന്നുണ്ട് അഫ്ഷാനും സംസും. ഞങ്ങൾ ഏതായാലും നേരെ പോവാണ്.
ഒരു 250ഓളം കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും പോട്ടെ. നേരെ പോവാണ്. സമയം 10 മണിയായിട്ടുണ്ട്. നേരെ അജ്മീറിലേക്ക്, ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയുടെ അജ്മീറിലേക്ക്. ഈ ഭാഗത്ത് ഫുള്ള് ഗ്രാനൈറ്റ്, മാർബിള്, ഇതിൻ്റെ ഹോൾസെയിൽ കടകളാണ്. ഉദയ്പൂരിൽ നിന്ന് അജ്മീറിലേക്ക് പോണ റോഡിൻ്റെ. കോറികളിൽ നിന്ന് വലിയ മാർബിളിൻ്റെ ഗ്രാനൈറ്റിൻ്റെ വലിയ കട്ടകൾ കൊണ്ടുവന്നിട്ട് ഈ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ നാട്ടിലൊക്കെ എത്തുന്ന രൂപത്തിലാക്കി ഇവിടെ നിന്നാണ് വിൽക്കുന്നത്. ഡീസലൊക്കെ അടിച്ച് നേരെ അജ്മീറിലേക്ക് പോവാണ്. നാഷണൽ ഹൈവേ 58 കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. രാജസ്ഥാനിലെ ഫത്തേപൂരിൽ നിന്ന് തുടങ്ങി ലാതൂൻ, നാഗൂർ, മേർത്ത സിറ്റി, അജ്മീർ, ബേവർ, ഉദയ്പൂർ വഴി ഗുജറാത്ത് ബോർഡർ വരെ പോകുന്ന നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ 58. ഏകദേശം 679ഓളം കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഗുജറാത്തിലെ പാലൻപൂർ വരെയാണ് ഈ റോഡ് പോകുന്നത്. ഏരിയ ഫുള്ള് മാർബിളും ഗ്രാനൈറ്റാണ്. ഫുള്ള് റോഡിൻ്റെ 2 ഭാഗത്തും ഇതിൻ്റെ കടകളാണ്. ഈ കടകളൊക്കെ ഇതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. മലകളിൽ കോറികൾ ഫുള്ള് അവിടുന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് മാർബിളും ഗ്രാനൈറ്റും അതിൻ്റെ രൂപത്തിലാക്കിയതാ. ഈ ലോറിയിൽ ഇതാ കൊണ്ടുവരുന്നത്. ഈ ലോറിയിൽ തന്നെ പൊടിയാണ്. ഇതുപോലെ വലിയ വലിയ കട്ടകളാണ് ഇങ്ങനത്തെ ഫാക്ടറി കൊണ്ടുവരുന്നത്. ഇത് പിന്നെ നമ്മളെ നാട്ടിലൊക്കെ എത്തുന്ന രൂപത്തിലേക്ക് അവിടുന്ന് മാറ്റുക ചെയ്യാം. ആ ഫാക്ടറികളാണ് ഇതൊക്കെ. കടകൾ സൈഡിലൊക്കെ ഉള്ളത്. അതിവിടെ മെഷീനിൽ കൊണ്ടുവന്ന് ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അവിടെ മുറിച്ച് നല്ല ചൂടുണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെ വലിയ മാർബിളല്ല. ഇവിടെയൊക്കെ നിലത്തിടൽ ചെറുതാണ്. ഇവിടെ നിലത്തൂടും അകത്തൂടും. പിന്നെ നമ്മളെ വാർപ്പിൻ്റെ മേലെ, ടെറസിൻ്റെ മേലെയും ഇവിടെ മാർബിളും ഗ്രാനൈറ്റൊക്കെ വലിയ ഇരിക്കും. ഇവിടെ കുറേ അട്ടി വെച്ചിടാ ചെറിയ ചെറിയ പീസ്. ഇത് ഇവിടെ ചെയ്യേണ്ടിയില്ല. ഇവിടെ ഹോട്ടലൊക്കെ ചെറിയ ചെറിയ പീസല്ലേ നിലത്തിടുക. നമ്മളവിടെ വലിയ പീസാണല്ലോ. ഇവിടെ ചെറിയ ചെറിയ പീസായിട്ടാ. ഞാൻ കാണിച്ചില്ല ഇവിടെ കട്ട് ചെയ്യുന്ന മെഷീൻ. ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കട്ടിങ് ഇല്ല. ഇവിടുത്തെ ഇത് മുറിക്കുന്ന ഫാക്ടറിയോ എന്താ പീടിയോ എന്താ പറയുക വെച്ചാൽ അത് അവിടുന്ന് മുറിക്കുന്ന മെഷീനൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടേക്ക് ക്രെയിന് വഴി കല്ല് ഇവിടെ എത്തിച്ചിട്ട് ചെറിയ ചെറിയ ചതുര കഷ്ണാക്കി മുറിക്കും. ക്രെയിന് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതാ മുറിക്കുന്ന മെഷീനാണിത്. നമ്മളെ ടൈൽസ് മുറിക്കുന്നതിൻ്റെ ഇത്ര ഇട്ടി വലുപ്പമുണ്ട്. അതിൻ്റെയൊക്കെ മൂർച്ച ഇങ്ങനെ മുറിച്ച് കുറച്ച് ആക്കി വെച്ചതാ. അല്ലെങ്കിൽ അടിഭാഗം ഒറ്റയടിക്കല്ലേ. കുറേ മുറിച്ചിട്ട് അടിഭാഗം ഒന്ന് എടുത്ത് നോക്ക്. മുറിച്ച നല്ല ഈ മുറി കിട്ടോ നോക്കേ. അവിടെ വെച്ചേക്ക്. അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ഏതായാലും ഇത് എത്തുന്നത്. വലിയൊരു കഷ്ണം കാണിച്ചത് വേറെ. ഇത് വമ്പ മെഷീൻ പറഞ്ഞാൽ വമ്പ മെഷീൻ. ഈ കല്ലിൻ്റെ വലുപ്പം നോക്കിയാൽ വെള്ളം പാർന്ന് അവിടെയൊക്കെ വെള്ളമുണ്ട്. ഏകദേശം 2 മീറ്റർ വീതി ഉണ്ടാവും, 2 മീറ്റർ നീളമുള്ള വലിയൊരു കഷ്ണമാണ്. ഇവിടെ മേട്ടി പല ആയുധങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പാര, മേട്ടി. ഇതാ മെഷീൻ വെച്ചത് ഏകദേശം മുറിച്ചാണ്. നിങ്ങൾ ഗ്യാപ്പ് കാണില്ലേ? ഇതൊക്കെയാണ് നമ്മളെ നാട്ടിൽ എത്തുക. ഇതിങ്ങനെ ഒരു മുറിച്ച് വെച്ചാണ്. ഒറ്റ കല്ലിന്ന് അടിഭാഗം ഒരു മുറിച്ചില്ല. പിന്നെ അടിഭാഗം പിന്നെ മുറിക്കുകയും ചെയ്യാം. കറണ്ട് പോയതാണെന്ന് അവർ പറഞ്ഞതാ. മെഷീനിൽ കുറേ നോക്ക് 1 2 3 4 5 6 8 9 10 ബ്ലേഡ് ഉണ്ട്. ഒറ്റ ടൈമിൽ 10 കഷ്ണം മുറിക്കിയത്. ബ്ലേഡിൻ്റെ കട്ടി ഉണ്ടല്ലേ. കറണ്ട് വന്നാണ്. വമ്പം പടുകൂറ്റ മെഷീനാണിത്. ഇത് കല്ല് കൊണ്ടുവരാനുള്ള പാളാ അല്ലേ. ക്രെയിൻ ഇങ്ങനെ നീങ്ങണതാ. ഇത് പാളുണ്ട്. അവിടുന്ന് കല്ല് അതിന്മേൽ കയറ്റി വെച്ചിട്ട് ഇതൊക്കെ ഉണ്ട് മെഷീനുകൾ അവിടെയൊക്കെ. വലിയ മെഷീൻ. എത്ര ബ്ലേഡാല്ലേ. ഇതാണ് നമ്മളെ നാട്ടിൽ കൊണ്ടുവരുന്നത്. അവിടെ ഒരു ചെറിയൊരു റെയിൽവേ സിസ്റ്റം. അവിടുന്ന് ഒരു താഴെ ട്രോളി അതിലിങ്ങനെ വരും.
ആ ഇവിടെ നിന്നാണ് ബാക്കി എത്തിയതേ. അന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കും. അതിൽ കൊണ്ടുവരാനുള്ളതാ പാളതാ. ചെറിയൊരു ട്രോളിയും ഉണ്ട്. എന്നിട്ട് അത് ഗോഡൗണിൽ കൊണ്ടുപോയി സൂക്ഷിക്കും. കട്ട് ചെയ്യുന്നേക്കല്ല ഇപ്പം പോയി നോക്കാം. ഇവിടെയൊക്കെ പണിയെടുക്കുന്നത് സമ്മതിക്കാണ് കേട്ടോ. വലിയ വലിയ മെഷീനല്ലേ. കറണ്ട് വന്നാണ് അവിടെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. കല്ലുമേൽ വെക്കുക ചെയ്യാം. നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. ചിലപ്പോൾ വെക്കുമ്പോൾ കല്ല് തെറിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് മാറിക്കട്ടെ. ഒരു ഓഫ് ആക്കിയാണ് തോന്നുന്നത്. ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര സൗണ്ട്. വെള്ളമുണ്ട്. മെഷീൻ മുറിക്കുകയാണ്, കട്ട് ചെയ്യുന്നത്. ഭയങ്കര സ്പീഡിലാട്ടോ. ഭയങ്കര സ്പീഡിലാണ് മുറിക്കുന്നത്. പേടിയുണ്ട് ഇതിൻ്റെ അടുത്തേക്ക് പോവാനും. കല്ലൊക്കെ പൊട്ടി നിർത്തുകയാണ്. എന്ത് പവറുള്ള മെഷീൻ ആയിക്കൂലേ. നല്ലോണം വെള്ളം ഉപയോഗിക്കേണ്ടത്. സാറേ പേടിയുണ്ടോ? നമ്മളോട് ഇവിടുത്തെ പണിക്കാർ മാറിക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവര് സേഫാണെന്ന് തോന്നണം. അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല തോന്നണേ. പോയേ ഗൈസ്, നമ്മളൊരു 100 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. വണ്ടി ഇവിടെ ആ തണലത്ത് നിർത്തി. സാധാരണ ഹോട്ടലിൽ പോയി നോക്കട്ടെ. അതൊക്കെ നല്ല വിശപ്പുണ്ട്. നല്ല ചൂടും ഉണ്ട് കേട്ടോ. ഭീം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത്. നമ്മൾ ഓർഡർ ചെയ്താണ്. കുറേ ദിവസമായി റൊട്ടി തന്നെ തിന്നണേ. അപ്പം ഇന്ന് ഞാനും സംസ് ദോശ പറഞ്ഞേ. ഇനി എന്ത് പറഞ്ഞേ? ഞാൻ ബട്ടർ നാനല്ല, പ്ലെയിൻ നാൻ. പിന്നെ നമ്മളൊരു ബട്ടർ മിൽക്ക് പറഞ്ഞു. ബട്ടർ മിൽക്ക് കുടിച്ചു. നമ്മൾ വിചാരിച്ച മധുരം ഉള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഇത് എന്തിൻ്റെ ടേസ്റ്റ് ചെയ്യും? ജീരകക്കഞ്ഞിൻ്റെ ഒരു പുളിയുണ്ട്. ജീരകക്കഞ്ഞിയിൽ ഏതൊരു പുളി ഉണ്ടാകാണ്ടാവും. സെയിം ടേസ്റ്റ്. നമുക്ക് കുടിച്ചു. മിൽക്കാണ്, പാല ടേസ്റ്റ് ഇട്ടില്ല. എന്തായാലും ഉള്ളിയും നാരങ്ങയും വന്നാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടെ. ഞാനും സംസു ദോശ തിന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളമ്പൻ്റെ ദാലു, ബക്കറ്റിലെ ദാലു റൊട്ടി അല്ല ഞാനും വരണേ. രണ്ട് സെയിമല്ലേ? ടേസ്റ്റ് ഉണ്ടാവും ഷാനെ? ടേസ്റ്റ് ഉണ്ടാവും. ദോശ കണ്ട് ദോശയും ചട്നിയും എന്താ പറയുക, നമ്മൾ തമിഴ്നാട് കർണാടക ടേസ്റ്റ് ഒന്നുമില്ല, വേറൊരു ടേസ്റ്റാണ്. ഏതായാലും ഞങ്ങൾ കഴിക്കട്ടെ. നേരെ പോകണം അജ്മീറിലേക്ക്. ഞങ്ങൾ കാത്തുന്ന സാധനം അവസാനം എത്തി. ഗുലാബ് ജാമുൻ എങ്ങനെ ഒരിക്കും മോനെ. പിന്നെ എന്തായാലും ഇതോട് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കയറട്ടെ. ഓവർ മധുരം, കുത്തല് ടേസ്റ്റ് ഉണ്ട്. ഫുഡ് കഴിച്ചിറങ്ങി. ഇതാണ് കഴിച്ച ബില്ല്, 399. ഞങ്ങൾ യാത്രേൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചിറങ്ങിയാലോ അറിയുന്ന 2 ആൾക്കാർ, അറിയുന്നതല്ല നല്ല പരിചയമുള്ള 2 ആൾക്കാർ. ഓല് ലഡാക്ക് ഇറങ്ങിയ. ഓലുവിനെ കാറിൽ ഒരു 3 ആൾ ഇറങ്ങിയതാണ്. കോഴിക്കോട്ടുകാരാ. നമ്മളെ മൂന്നാലിങ്ങലുള്ള ആൾക്കാരാണ്. നിങ്ങളെ പേര്? നിഹാല്. ഒരാൾ നിഹാല്. നിങ്ങളെ പേര്? നെമിൽ. ഒരാളോട് ഉണ്ട്, ഒരാളവിടെ ഉണ്ട്. അയാളെ പേരെന്തേനു? സാഹിൽ. ഇവര് 3 ആളും കൂടെ ലഡാക്ക്. ഓല് കുറച്ച് സ്പീഡാണ്. ഓൽക്കൊരു ഒരാളും കൂടെ ഉണ്ട്. നമ്മൾ ഷേമിലിൻ്റെ മാതിരി ഒരാളോട് കൂടാണ്ട്. ഓൾക്ക് ശ്രീനഗറിൽ 21-ാം തീയതി ആകുമ്പോൾ എത്തണം. ഇപ്പൊ ഏതായാലും ഇൻഷാ അല്ലാ കാണാം. കാശ്മീർ കാണാൻ വിചാരിക്കാം. ഗൈസ് ഫുഡൊക്കെ കഴിച്ച് ഒരു പോണതാ, ഒരു പലനോല് പോണതാ. ഞങ്ങളും പോട്ടെ. ഒരു പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞു ഉച്ചക്കത്ത്. അപ്പം നേരെ ഓല് പോന്നു, ഞങ്ങളും പോന്നു. അപ്പം കാഴ്ചകളൊക്കെ കാണാം. പാട്ടൊക്കെ ഞാൻ ഇവിടെ
അജ്മീറിൽ റൂമിൽ കയറി. നമ്മളെടുത്ത റൂം ഇതാണ്. അത്യാവശ്യം വലിയ റൂമാണ്. 2 സോഫ ഉണ്ട്, ടേബിൾ ഉണ്ട് ചെറിയൊന്ന്, പിന്നെ ഒരു സൈഡ് ടേബിൾ ഉണ്ട്, പിന്നെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട്, TV ഉണ്ട്. അത്യാവശ്യം വലിയ റൂം. നമ്മൾ ഒരു എക്സ്ട്രാ ബെഡും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൂടുവെള്ളം. അപ്പോൾ ഇതാണ് റൂമിൻ്റെ പുറത്തേക്കുള്ള കാഴ്ച കാണിച്ചു തരാം. അജ്മീർ മ്യൂസിയം നേരെ പുറത്താണ്. അജ്മീർ മ്യൂസിയമാണ് കാണുന്നത്. നമ്മൾ റൂമിലൊക്കെ എത്തി. റൂമിൽ കയറി ബാഗൊക്കെ അവിടെ വെച്ച് നേരെ ഇറങ്ങി. ഒന്നും ചെയ്തില്ല, ഫ്രഷാകും ചെയ്തില്ല. നേരെ ദർഗയിലൊന്ന് പോയി നടക്കുക. ഇത്ര റോഡുകൾ അങ്ങനെ കേട്ടോ, ഇവിടെ വന്നവർക്കൊക്കെ അറിയാം. ഭയങ്കര റഷായിരിക്കും. ഇടുങ്ങിയ വഴികളുണ്ടാവും ദർഗക്കുള്ള. അങ്ങനെ നടക്കാം. നമ്മളെ റൂമിൽ നിന്ന് ദർഗയ്ക്ക് പോണ റൂട്ടിൽ തന്നെയാണ് അജ്മീർ ഫോർട്ട് ഉള്ളത്. ഏതായാലും ഉള്ളിൽ കയറില്ല, സമയമൊക്കെ ആയി, 5:30 മണിയായി. എന്തായാലും പോട്ടെ, റൂമിലേക്ക് നടക്കട്ടെ.